PPC മിഷൻ ഓഫ് ഇന്ത്യയുടെ 2022-6 കാലഘട്ടത്തിലെ മിഷൻ എക്സ്പോ ചാർലി കിർക്ക് നഗറിൽ വെച്ച് നടത്തപ്പെടുവാനായിട്ട് ദൈവം അനുവദിക്കുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ചതായ ഏവരോടും ഉള്ളതായ പ്രത്യേക സ്നേഹവും കടപ്പാട് ഈ സമയത്ത് അറിയിക്കുന്നു. കാരണം ഒരു കാലഘട്ടത്തിലെ ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ യോഗങ്ങൾ ക്രമീകരിപ്പാൻ തക്കവണ്ണം ദൈവം പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടെ ഒരുപറ്റം ആൾക്കാരെ തയ്യാറാക്കുന്നതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. പ്രത്യേകിച്ച് മിഷൻ ഡേ ആയിട്ടും ഗ്രാജുവേഷൻ ഡേ ആയിട്ടുമൊക്കെ ഈ ദിവസങ്ങളിൽ ഈ 9 യോഗങ്ങൾ ക്രമീകരിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. ഇതിൻ്റെ പിന്നിൽ ചുക്കാൻ പിടിക്കുന്നതായ എല്ലാ സ്നേഹിതരോടുള്ളതായ ഏറ്റവും അഭിനന്ദനങ്ങളും ഈ സമയത്ത് അറിയിക്കുകയാണ്. ഒരു മിഷണറി എന്ന നിലയിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഈ കാലയളവിൽ ഞങ്ങൾക്കും ഇടയാകുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. കൂട്ടുവേലക്കാരായി തുടർന്ന് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ, ബലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നേ ദിവസം ഞാൻ ഞങ്ങളുടെ ഈ ബ്രോഷർ കണ്ടപ്പോൾ ബ്രോഷറിലുള്ളതായ ഫോട്ടോ പോലെ അല്ല എൻ്റെ മുഖം, കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. പ്രിയപ്പെട്ട എബി സാറിൻ്റെ ഫോട്ടോയാണ് കണ്ടത്, അല്ലെങ്കിൽ പാസ്റ്റർ എബിയുടെ ഫോട്ടോ കണ്ടത്. പെട്ടെന്ന് പാസ്റ്റർ ബാബുവിനെ കണ്ടേക്കുന്നത്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, ഇതിൻ്റെ അകത്ത് എത്രമാത്രം ഡിഫറൻസാണ് വരുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോഴും അവസാനം നമ്മളെ കാണുമ്പോൾ ഉള്ളതായ ഒരു അവസ്ഥ എന്താണെന്ന്. എന്നാൽ ഇതിലെല്ലാം തന്നെ നമുക്ക് ദൈവത്തിൻ്റെ നടത്തിപ്പ് കാണുവാൻ സാധിക്കുന്നതിനാൽ ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഞങ്ങളിവിടെ ഒരു 6:15 ഞാനൊരു മകൻ വരുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ ഒരുങ്ങുന്നതായ ഒരു കൂട്ടം ആൾക്കാരെയാണ് കണ്ടത്. ഈ ജനത്തിന് വേണ്ടി ഒരുങ്ങുന്നതായ ഒരു കൂട്ടം ആൾക്കാരെയാണ് കണ്ടത്. വളരെയേറെ അഭിമാനം തോന്നി ക്രൈസ്തവ സമൂഹത്തിൽ അങ്ങനത്തെ ആൾക്കാരും ഉണ്ടല്ലോ എന്ന്. അതുകൊണ്ട് ഏറ്റവും അനുഗ്രഹപ്രദമായിട്ടുള്ളതായ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. ഫിലിപ്പോസ് എന്ന് പറയുന്നതായ വ്യക്തിയെ യേശു വിളിക്കുമ്പോൾ 1-ാമത്തെ അധ്യായത്തിൻ്റെ 43-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന ഇപ്രകാരമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 43-ാമത്തെ വാക്യം. പിറ്റേനാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഫിലിപ്പോസോ അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബെത്സേദയിൽ നിന്നുള്ളവൻ ആയിരുന്നു. യേശു കണ്ടതായ ഫിലിപ്പോസിനോട് എന്നെ അനുഗമിക്കുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഫിലിപ്പോസിന് അതിനു മുമ്പ് വരെ യേശു ആരാണെന്നുള്ളതായ വ്യക്തത അത്രയും ഇല്ലെന്നാണ് പറയുന്നത്. അവൻ്റെ വിളി കേട്ട് അവൻ്റെ പിന്നാലെ നടന്നവനോടാണ് ഇപ്പോൾ 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, ഈ പുരുഷാരത്തെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നത് ഇവർക്ക് ഭക്ഷിപ്പാൻ എവിടെ നിന്ന് ലഭിക്കും. അതിനുള്ളതായ ഉത്തരം ഫിലിപ്പോസ് പറയുന്നുണ്ട്. യേശു ചോദിക്കുന്നതായ ചോദ്യത്തിനും ഉത്തരവും യേശുവിന് അറിയാമെന്ന് കൃത്യമായിട്ട് 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത് താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫിലിപ്പോസ് പറയുന്ന വ്യക്തിത്വത്തെ വിളിച്ചപ്പോൾ ഒരു സപ്പോർട്ടും ഇല്ലാതെ അവൻ്റെ പിന്നാലെ അനുഗമിച്ചവനാകിയാൽ ആദ്യത്തെ ടെസ്റ്റിംഗ് ഫേസിലോട്ടാണ് നിൽക്കുന്നത്. എന്ത് ചെയ്യണം, നിന്റെ മുൻപാകെ നിന്റെ ദൗത്യമുള്ളപ്പോൾ നീ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ, മിഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ യേശുവിൽ നിന്ന് കണ്ടതായ ചില കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ച് ധ്യാനിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ബാക്കി 3 സുവിശേഷങ്ങളിലും ശിഷ്യന്മാർ അങ്ങോട്ട് ചോദിക്കുന്നതായ സ്ഥലത്ത് ഈ ഒരു ഭാഗത്ത് യേശു അങ്ങോട്ട് ചോദിക്കുകയാണ് ഫിലിപ്പോസിനോട്, എന്ത് ചെയ്യണം, ഈ പുരുഷാരത്തെ കണ്ടിട്ട് എന്ത് ചെയ്യണം. ലിഫ്റ്റിംഗ് അപ്പ് അവർ ഐസ് ടു സീ വാട്ട് ജീസസ് സീസ്. മിഷൻ്റെ ഏറ്റവും വലിയ ഒരു കാതലായിട്ടുള്ള അർത്ഥം അതാണ്. കണ്ണുയർത്തി നോക്കുമ്പോൾ
കാണുന്നതായ പുരുഷാരത്തെ യേശു എങ്ങനെ കണ്ടു എന്നതുപോലെ കാണാനായിട്ട് ഇടയാകണമെന്നാണ് ദൗത്യത്തിൻ്റെ ഒരു കാതലായിട്ടുള്ള സത്യം. രണ്ടാമത്തെ ഒരു അല്ലെങ്കിൽ ഒരു സത്യം ഇതാണ്: ലിസ്ണിംഗ് ടു ദ ക്വസ്റ്റ്യൻ ദാറ്റ് ജീസസ് പോസസ്. യേശു ചോദിക്കുന്നതായ ഈ ദൃഷ്ടാന്തത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ദർശനത്തിൽ നിന്ന് നിനക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ച എന്താണെന്ന് ചോദിക്കുന്നതായ ചോദ്യത്തിനുള്ളതായ കേൾവിയും അതിനോടുള്ള പ്രതികരണമാണ് മിഷൻ എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. മൂന്നാമതായിട്ട്, ലീവിങ് ആർ ഇൻട്രസ്റ്റ് ടു പ്രൊമോട്ട് ദ മെസ്സേജ് ദാറ്റ് ഹീ ക്യാൻ. അവനാൽ ഇത് സാധിക്കുമെന്ന് പറയുന്നതായ ആ യാഥാർത്ഥ്യത്തെ എല്ലാ കാലവും പറഞ്ഞു കൊടുപ്പാൻ തക്കവണ്ണം മിഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ലിഫ്റ്റിംഗ് അപ്പ് our eyes to see what Jesus does or Jesus sees. Listening to the question that Jesus poses. Leaving our interest to promote the message that he can. ഇത് ഏറ്റവും നല്ലതായിട്ട് ഞാൻ മനസ്സിലാക്കിയതായ ഒരു വ്യക്തിത്വമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ പരിചയപ്പെടുന്നതായ എപ്പഫ്രൊദിത്തോസ് എന്ന് പറയുന്ന വ്യക്തി. പൗലോസിൻ്റെ കാരാഗ്രഹ അനുഭവത്തിൽ കൂടെ നിൽക്കാനായിട്ട് ഫിലിപ്പിയ സഭ ഒരുക്കുന്നതായ ഒരു വ്യക്തിയാണ്. ഹീ ഈസ് ബീങ് സെൻറ്റ് ആസ് എ മിനിസ്റ്റർ ടു ദ നീഡ് ഓഫ് പോൾ. അവൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടാളിയായിട്ട് അവനെ ഒന്ന് ധൈര്യപ്പെടുത്താനായിട്ട് ആഴ്ചകൾ തോറും യാത്ര ചെയ്ത് പോയതായ ഒരു വ്യക്തിയാണ് എപ്പഫ്രൊദിത്തോസ്. ഫിലിപ്പിയ സഭയിലെ മൂപ്പനൊന്നും അല്ലായിരുന്നു എപ്പഫ്രൊദിത്തോസ്. വളരെ സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ, ഒരു പദവി ഇല്ലാത്ത ഒരു മനുഷ്യൻ. അവിടെ അവൻ്റെ ശുശ്രൂഷകൾ ചെയ്ത് ജീവൻ കൊടുക്കുന്ന വിധത്തിലുള്ളതായ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. അവൻ അവിടെ വായിക്കാനിടയായത് 7 ആഴ്ചകളോളം എടുക്കും ഫിലിപ്പിയിൽ നിന്ന് ഈ കാരാഗ്രഹത്തിലേക്ക് എത്താൻ. 7 വീക്സിന് ശേഷം ഞാൻ ഒരാഴ്ച റെസ്റ്റ് ചെയ്തോട്ടെ എന്നല്ല പറയുന്നത്. ആ ദിവസം തൊട്ട് തന്നെ അവൻ്റെ ശുശ്രൂഷകനായിട്ട് തീരുകയാണ് എപ്പഫ്രൊദിത്തോസ്. എപ്പഫ്രൊദിത്തോസിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദി ആഫ്രോഡൈറ്റ് പറയുന്നതായ ദേവതയുടെ ഉടമസ്ഥ അവകാശത്തിൽ കീഴിലുള്ളവൻ എന്നുള്ളതായ അർത്ഥമാണ്. എന്നാൽ പേരിൻ്റെ വളരെ വിപരീതമായിട്ടുള്ളതായ പ്രവർത്തനമാണ് എപ്പഫ്രൊദിത്തോസ് പറയുന്ന വ്യക്തി ചെയ്യാനായിട്ട് ഇടയാകുന്നത്. അതുകൊണ്ട് പൗലോസ് ഫിലിപ്പിയ സഭയിലേക്ക് തിരിച്ച് ഈ ലേഖനം അയക്കുമ്പോൾ എപ്പഫ്രൊദിത്തോസിനെ പറയുന്നതായ കാര്യം, അവൻ എൻ്റെ സഹോദരനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സഭയിൽ ആരാണെന്ന് എനിക്കറിയത്തില്ല, എന്നാൽ അവൻ എനിക്ക് സഹോദരനാണ്, തുല്യനാണ് എന്ന് പറയാനായിട്ടാണ്. എൻ്റെ കൂട്ടുവേലക്കാരനാണെന്ന് പറയുന്നത്. അവൻ ശുശ്രൂഷയെ ഒരു കാലത്തും ഓഡിയൻസായിട്ട് കാണാൻ ഇഷ്ടവനല്ല. അവൻ അതിൻ്റെ അകത്ത് പ്രവേശിപ്പാനായിട്ടും അതിൻ്റെ എല്ലാ അനുഭവങ്ങളെ സ്വീകരിക്കുവാനും ജീവൻ പോകുവോളം ക്രിസ്തു വേലയിൽ തികഞ്ഞവനാണെന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവൻ സഹഭടനാണെന്ന് പറയുന്നുണ്ട്. അവൻ ഫേമായിട്ട് നിന്നവനാണെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഗിഫ്റ്റ് കൊടുക്കാൻ മാത്രമല്ല, എൻ്റെ ലേഖനം തിരിച്ചു കൊണ്ടുവരുന്നതായ സന്ദേശകൻ കൂടിയാണെന്ന് പറയുവാനായിട്ട് ഇടയാകുകയാണ്. അതുകൊണ്ട് പൗലോസിൻ്റെ അടുക്കൽ വിടുമ്പോൾ പൗലോസിന് വിടുതൽ ലഭിക്കും കാരാഗ്രഹത്തിൽ നിന്നുള്ള ഉറപ്പോടല്ല വിട്ടേക്കുന്നത്. വളരെ അൺസേർട്ടൺ ആയിട്ടുള്ളതായ ഒരു റിയാലിറ്റിയെ മുൻപിൽ കണ്ടുകൊണ്ടാണ് എപ്പഫ്രൊദിത്തോസ് പറയുന്ന വ്യക്തിയെ അയക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ മിഷൻ എക്സ്പോയിൽ ഇത് ചോദിക്കുമ്പോൾ പൗലോസ് ഫിലിപ്പിയ സഭയോട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യമാണ്. ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിപ്പാനും എനിക്ക് ദുഃഖം കുറവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുവീൻ. ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പീൻ. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയത്. നമുക്ക് വേണ്ടി
പോയി ശുശ്രൂഷ ചെയ്യുന്നതായ പ്രിയപ്പെട്ട ദിഗൽ സാർ പോലെയുള്ളതായ പ്രവർത്തകരെയൊക്കെ മാനിക്കാനായിട്ട് നമുക്ക് ഇടയാകുന്നത് ഈ മിഷൻ എക്സ്പോയുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് പറയുന്നുണ്ട്. പൗലോസ് ഓർമ്മിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന കാര്യം ഇതാണ്. ക്രിസ്തു ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് പാടായിട്ട് തോന്നും. ഇപ്പോൾ ഞാൻ ദൃഷ്ടാന്തം കാണിക്കാൻ പോവുകയാണ്, തിമോത്തിയോസിനെ എടുത്ത് കാണിക്കുകയാണ്, എപ്പഫ്രൊദിത്തോസിനെ എടുത്ത് കാണിക്കുകയാണ്. ഞാൻ ചിന്തിക്കുകയാണ്, നമ്മളിലുള്ളതായ ഇളയ തലമുറയെ നമുക്ക് കാട്ടാനായിട്ട് സാധിക്കണം. ക്രിസ്തു ഭാവമുള്ളതായ ഒരു കൂട്ടം ആൾക്കാരെ ഞങ്ങൾക്ക് തയ്യാറാക്കാനായിട്ട് ഇടയാകുന്നുണ്ടോ? ക്രിസ്തു വേലയ്ക്ക് വേണ്ടി സ്വന്തം ജീവനെ ത്യജിക്കുന്നതായ ഒരു കൂട്ടം ആൾക്കാരെ വളർത്തിക്കൊണ്ട് വരുവാൻ ഇടയാകട്ടെ. അത് നമ്മുടെ ദൗത്യമാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. ഞാൻ കാണുവാൻ സാധിച്ചതായ സ്റ്റോളുകളെല്ലാം വളരെ അനുഗ്രഹപ്രദമായിട്ടുള്ളതായ ശുശ്രൂഷകൾ നിങ്ങൾ ചെയ്യുന്നതിനാൽ, ഞങ്ങൾക്ക് പ്രചോദനമുള്ളതിനാൽ ഞങ്ങൾ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ബഹുമാനപ്പെട്ട ബാബു ജോർജ് സാറിൽ നിന്ന് നമ്മൾ ലഭിക്കുന്നതായ ഉൾക്കാഴ്ചകൾ, ഉത്തേജനം നമ്മുടെ വേലസ്ഥലങ്ങളെ കുറച്ചുകൂടി അനുഗ്രഹപ്രദമാക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലിഫ്റ്റിംഗ് അപ്പ് our eyes to see what Jesus sees, listening to the question that Jesus poses before us, leaving our interests to promote the message he can. അവനാൽ ഇത് സാധിക്കുമെന്ന് പറയാനായിട്ടുള്ളതായ മറ്റൊരു ഒഴിവ് കഴിവുകൾ ഞങ്ങൾക്ക് പറയാനില്ല. അവനാൽ ഇത് സാധിക്കുമെന്ന് പറയുവാൻ നമ്മുടെ ദൗത്യത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. 2026 എല്ലാവിധ ഭാവങ്ങളും അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2026 PPC മിഷൻ ഓഫ് ഇന്ത്യയുടെ മിഷൻ എക്സ്പോ ദൈവനാമ മഹത്വത്തിനായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ രൂപാന്തരത്തിനും ദൈവരാജ്യത്തിൻ്റെ വർധനയ്ക്ക് വേണ്ടിയും ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊള്ളുന്നു.